ചേർത്ത് കൊടുക്കാം. നമ്മളതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തേക്കുവാണ് ശരിക്കും. എല്ലാവർക്കും നമസ്കാരം. നെറ്റ്സീരിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നത്. നമ്മളിന്ന് കപ്പളങ്ങയൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. മൂക്കാത്ത കപ്പളങ്ങ നോക്കിയിട്ടാണ് പറിച്ചേക്കണേ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ ഒരു കറിയുടെ ഒരു റെസിപ്പിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരുപാട് പറഞ്ഞൊന്നും നമുക്ക് താമസിപ്പിക്കേണ്ട, നേരെ നമ്മുടെ വീഡിയോയിലേക്ക്. അതിനുവേണ്ടി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടതാണ് കപ്പളങ്ങ അല്ലേ വെച്ചി? കപ്പളങ്ങ. അപ്പം ഒരുപാട് മൂക്കാത്ത വേലാത്ത കപ്പളങ്ങയാണ് ഏറ്റവും നല്ലത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ളത് ചെറുപയർ അല്ലേ? ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുപയർ നമ്മൾ കുറച്ച് നേരത്തെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാണ് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അപ്പോൾ അത് മതി. പിന്നെ അതിനാവശ്യമായിട്ടുള്ളത് പച്ചമുളക് അല്ലേ? പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ വറ്റൽമുളക്, പിന്നെ കടുക് വറുക്കാനുള്ള കടുക്, പിന്നെ കുറച്ച് ജീരകം, പിന്നെ പൊടി എന്ന് പറയാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് ഒരു നാളികേരം അല്ലേ? നാളികേരത്തിന് പകുതി, പിന്നെ ആവശ്യത്തിന് ഉള്ള വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ കപ്പളങ്ങയുടെ തൊലി കളഞ്ഞിട്ട് നമ്മൾ ചെത്തിയെടുക്കണം അല്ലേ? ചെത്തിയെടുത്തിട്ട് നമ്മൾ ചെറുപയറും ഇതും കൂടെ കൂട്ടിയിട്ട് വേവിക്കാൻ വയ്ക്കുവാണ്. അപ്പോൾ ആദ്യം നമ്മളിത് ചെത്തിയെടുക്കാം അല്ലേ? കപ്പളങ്ങ തൊണ്ട് കളഞ്ഞ് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ടല്ലോ ജി. ഇനിയിപ്പം അത് അരിഞ്ഞെടുക്കാം. അത് അരിഞ്ഞെടുക്കാൻ നേരത്തെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ എരിശ്ശേരിയൊക്കെ വയ്ക്കാം. മത്തങ്ങ എരിശ്ശേരി വയ്ക്കാൻ നേരത്തെ ആ ഒരു വലുപ്പത്തിലല്ല അരിയണ്ടേ? അപ്പോൾ നിങ്ങൾ അരിയുമ്പോൾ ആ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുത്തേക്കണതിൽ ആ ഒരു കപ്പളങ്ങയുടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പകുതി എടുത്തേക്കണേ. ആ മൊത്തം എടുത്തിട്ടില്ല, ഒരു ചെറിയ കപ്പളങ്ങ അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ 3 പീസ് എടുത്തേക്കണേ. പിന്നെ അരിയണേ നമ്മൾ ഈ വലുപ്പത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. കപ്പളങ്ങ ശരിക്കും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളത് വേവിക്കാൻ വേണ്ടി വയ്ക്കുമല്ലോ വെച്ച്. അപ്പോൾ കുക്കറിലേക്ക് വയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് പയറിട്ട് കൊടുക്കാം. പയറും കപ്പളങ്ങയും നമ്മൾ ഒന്നിച്ചിട്ടാട്ടോ വേവിക്കുന്നത്. പിന്നെ ആ കൂടെ നമ്മൾ എന്നൊക്കെ ചേർത്ത് കൊടുക്കണ്ടോ വെച്ച്? പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. അപ്പോൾ ഇത്രയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കൂടെ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണ്ടോ? ഉപ്പേ കൂടെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി കഴിഞ്ഞിട്ടാണ് ചേർക്കണേ ശകലം. അപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഈ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പയറിട്ടു. പയറിൻ്റെ അളവ് പറയുകയാണെങ്കിൽ നമുക്ക് കപ്പളങ്ങ എടുത്തേക്കണതിൻ്റെ അളവ് ഇപ്പോൾ ഏകദേശം അളവിൽ നിങ്ങൾ എടുത്താൽ മതി. നമ്മൾ കപ്പളങ്ങ എടുത്തേക്കണേ ചെറിയൊരു കപ്പളങ്ങ എടുത്തേക്കണം. അതുകൊണ്ട് ഈ പയറിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഇന്നൊരു എടുത്തിട്ടുണ്ട് 100-150 ഗ്രാം കൂടുതൽ എടുത്ത് 150 ഗ്രാം കൂടി എടുത്തിട്ടില്ല. കപ്പളങ്ങ ഇട്ട് കൊടുക്കാം. കപ്പളങ്ങ ഇപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ വേറെ പൊടിയോ ഒന്നും വേറെ എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ കൂടെ ചേർക്കുന്ന പച്ചമുളകെല്ലാം ചേർക്കുന്നുള്ളൂ. എരിവിന് വേണ്ടിയിട്ട് ഈ പച്ചമുളക് ചേർക്കുന്നുള്ളൂ. പിന്നെ കടുക് വറുക്കാൻ നേരത്തിട്ട് നമ്മൾ വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ആ കൂടെ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അത് എരിവ് വേറെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ആ കൂടെ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അതിന് മുകളിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് അതിന് ആവശ്യമായുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഇനി ഇത് വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടില്ലല്ലോ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ സ്പൂണിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ആ കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിത് വേവിക്കാനായിട്ട് വെച്ചു. ഇനിയിപ്പോൾ എത്ര വിസിൽ അടിക്കണം വെച്ച് വേവാനായിട്ട്? പയറുള്ളതുകൊണ്ട് 3 വിസിൽ അടിച്ചാൽ മതി വേവാൻ. പയർ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ടുകൊണ്ട് അത്ര മതിയായിരിക്കും വേവാനായിട്ട് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ശരിക്കും അത് ഉടഞ്ഞു വരണം. രണ്ടും കൂടി ഉടഞ്ഞു വരണം. നമ്മൾ എരിശ്ശേരിയൊക്കെ വെക്കണ ആ ഒരു രീതി തന്നെയാണ് വരുന്നത്. അപ്പോൾ ശരിക്കും ഉടഞ്ഞു വരാനുണ്ട്. അപ്പോൾ നമുക്കിനി അരപ്പ് അരയ്ക്കാണല്ലോ വെച്ച്. അരപ്പ് അരക്കാനുണ്ട്. അപ്പോൾ നമുക്കെന്നാ സമയം കൊണ്ട് അരച്ച് വയ്ക്കാം അല്ലേ? അരപ്പിനുള്ള തേങ്ങയും അതുപോലെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം, ഒരു നുള്ളു ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് നരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് ചെറുന്ന് അരയാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും വെച്ച്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് ശകലം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചാൽ ജസ്റ്റ് ഒന്ന് അരയാൻ പാകത്തിന്. അപ്പോൾ നമ്മുടെ അരപ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പാകത്തിന് വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമല്ലോ വെഞ്ചി?
അരപ്പ് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കറി റെഡിയായി അല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാവുന്ന ഒരു കറിയാണിത്. അതുപോലെ തന്നെ നമ്മൾ ചെറുപയറിന് പകരം വേണമെങ്കിൽ നമുക്ക് വൻപയർ ചേർത്ത് കൊടുക്കാം, വൻപയർ ചേർത്ത് കൊടുക്കാം അല്ലേ. അതുപോലെ പരിപ്പ് ചേർത്ത് കൊടുക്കണമെങ്കിൽ പരിപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ എങ്ങനെ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുക്കർ നിലയിൽ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഒരു വിസിലും കൂടെ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് വെന്തോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ 3ാമത്തെ വിസിലും അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ വേവ് ആയോന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒന്നോടെ തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ടാവും എന്തായാലും അല്ലേ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കഷ്ണങ്ങൾ ഉടച്ചു കൊടുക്കണ്ടേ ചേച്ചി? അപ്പോൾ നമുക്കത് ആ സ്പൂൺ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ കൈ കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം. ആ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നല്ലപോലെ വന്നിട്ടുണ്ട്. പയർ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ടെന്ന് ശരിക്കും ഉടച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം അല്ലേ. ഒത്തിരി വെള്ളമില്ല, പാകത്തിന് വെള്ളമുള്ളൂ. ഒത്തിരി കുറച്ച് ഈ കറി കുറച്ചൊരു കുറുകി വന്ന രീതിയിലാണ്, ഒത്തിരി ചാറായിട്ടല്ല കേട്ടോ വന്നേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ആവശ്യമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ഒത്തിരി ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് കളറ് അങ്ങനെ തന്നെ നിൽക്കണേ. അല്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്തെങ്കിൽ ഇച്ചിരി കൂടി ഒരു മഞ്ഞ കളറ് എന്തായാലും കിട്ടിയേനെ. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ഒത്തിരി ചേർക്കാറില്ല, അതുകൊണ്ടാണ് ഇച്ചിരി ഈ വെള്ളം കൂടെ ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി ഏകദേശം ഒരു 3/4 ഭാഗം ആയിട്ട് അടുത്തായിട്ടുണ്ടായിരുന്നു. നീ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ കടുക് കൂട്ടി ചേർക്കാനല്ലേ വെച്ചുള്ളൂ, കടുക് കൂട്ടി ചേർക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കാനുള്ള പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. കടുക് ശരിക്കും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉള്ളി അല്ലേ, ഈ കുറച്ച് കൂടുതലാണ്. കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ആ കൂടെ വറ്റൽമുളക്, കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കൂടെ ഏറ്റവും ഹൈലൈറ്റ് ആയുള്ള സംഭവമാണ് ഇനി നമ്മൾ ഈ കൂടെ എങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണ്ടല്ലേ. അപ്പോൾ വറുത്ത് ചേർത്ത് കൊടുക്കണ്ട. അപ്പം തേങ്ങയുടെ ടേസ്റ്റും കൂടി നമുക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ കറി ചെയ്യുന്നതുകൊണ്ട് ഞാൻ കൂടെ കുറച്ച് തേങ്ങ കൂടെ ചേർന്നാൽ അടിപൊളിയായിരിക്കും. അപ്പം കടുകൊക്കെ ശരിക്കും പൊട്ടി ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തേക്കുവാണ്. അതിന് ശരിക്കും നിന്ന് മാറ്റി വരട്ടിയെടുക്കാം. ഇത് നമ്മൾ ഒത്തിരി തേങ്ങ ഒന്നും കൊടുക്കുന്നുണ്ട്, ഒരു ശകലം കുറച്ച് തേങ്ങ എടുത്താൽ മതി. ഞങ്ങളുടെ കറിയുടെ അളവിനനുസരിച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പം അങ്ങനെ ചെയ്യണമല്ലോ ജി. അപ്പം ഇനി ഒന്ന് ചൂടാക്കി കൊടുക്കാം. തേങ്ങയുടെ കളറൊക്കെ ശരിക്കും ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും ഒരു കുറച്ചുകൂടെ കളർ ആവണ്ടാവും ജി, കുറച്ചുകൂടെ ഇതായിട്ടാണ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ എല്ലാവരും ചെയ്യുമെന്ന് അറിയത്തില്ല, പക്ഷേ നമ്മളിങ്ങനെ വീട്ടിൽ ചെയ്യാറുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കി പരീക്ഷിച്ച് നോക്കുക, അടിപൊളിയായിരിക്കും. അത് ഈ കറിയിൽ നിന്നല്ല, വേറെ ഏത് കറിയിലാണെങ്കിലും നമ്മൾ കടുക് അരച്ച് കൊടുക്കുക ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ആയിട്ടുണ്ട്, നമുക്കിനി ചേർത്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ തേങ്ങ മറ്റതും കൂടെ കൂടി നമ്മുടെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ല ഇപ്പോൾ തന്നെ കിട്ടിയില്ല, സ്മെല്ലൊക്കെ ആയിട്ട് വന്നെ, തേങ്ങ കൊടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്മെല്ലാക്കി വന്നെ. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ ചപ്പാത്തിക്കോ അതുപോലെ അപ്പത്തിനോ ഒക്കെ നമുക്ക് കഴിക്കാം, അതുപോലെ ചോറിന് കഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ കപ്പളങ്ങ കറി അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും എല്ലാം വെച്ച് കുടഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇന്ന് രുചിച്ച് നോക്കാമല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ചോറ് എടുത്തുകൊണ്ട് വരാം. ചോറ് എടുത്തിട്ടുണ്ട്. കുറച്ചിട്ട് വാങ്ങിച്ചു കുറച്ചിട്ടായി ടേസ്റ്റ് നോക്കാൻ വേണ്ടി ചോറായിട്ട് എടുത്തേക്കണേ. ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ രാവിലത്തെ പയറുമേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അടിപൊളി ഒരു അച്ചാർ, വാഴപ്പിണ്ടി അച്ചാറെല്ലാം വെച്ച് ഒരുപാട് നാളെ വാഴപ്പിണ്ടി അച്ചാർ കഴിച്ചിട്ട് അപ്പോൾ അതും കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ രാവിലത്തെ ഒരു മീൻ വറുത്തുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു പപ്പടം. അപ്പോൾ ആദ്യം നമ്മുടെ കറി നമുക്കങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. എടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ട്. എരിവൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് എരിവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എരിവ് നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് പാകത്തിന് എരിവ് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണ്ടവനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എങ്ങനെ വേണം ചെയ്യാം. പിന്നെ കളറ് ഇത് കൂടുതൽ കളർ ആവശ്യമുണ്ട് ഇച്ചിരി മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ പാകത്തിന് കളപ്പ് ആവശ്യത്തിന് കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വാഴപ്പിണ്ടി അച്ചാർ ഒരുപാട് എഴുതിയുണ്ടോ. വാഴപ്പിണ്ടി അച്ചാർ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇതും കൂടെ കൂട്ടിയിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇച്ചിരി പപ്പടോടെ പിടിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും. അങ്ങനെ കൂട്ടിയിട്ട് പിടിക്കാൻ വേണ്ടി പോവാണ്. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു സംഭവത്ത് പറഞ്ഞ പോലെ തന്നെ ചോറിന് മാത്രമല്ല ചപ്പാത്തിക്ക് അപ്പത്തിനോ പുട്ടിനോ എന്തിനു വേണമെങ്കിലും നമുക്ക് കഴിക്കാം. എല്ലാം ചെയ്യും എന്തിനു വേണമെങ്കിലും കറി നമുക്ക് കഴിക്കാം. ഒരു കുഴപ്പമില്ല. അതുപോലെ കപ്പളങ്ങ പൊതുവെ എല്ലാത്തിനും ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ കുട്ടികൾ ഒരുപാട് പേര് കഴിക്കാറില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കറി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരറിയാണ്ട് കഴിച്ചോളും. ഇവിടെ രണ്ടുപേരും ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുളക് ഒത്തിരി ചേർക്കാണ്ട് ഇങ്ങനെ തന്നെ ചെയ്തത്. പക്ഷേ ആവശ്യത്തിന് എരിവുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല, ആവശ്യത്തിന് എരിവുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.